أعوذ بالله من الشيطان الرجيم. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ അവന്റെ മാർഗത്തിലെ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ കഹ്ഫിലെ 12-ാമത്തെ ആയത്താണ്. ആയത്ത് നമ്മൾ ഓതിയത് സുമ്മ ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ. ഈ 10, 11, 12 ആയത്തുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. മൊത്തം കഥ, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ 3 വാചകങ്ങളിൽ അള്ളാഹു ചുരുക്കി പറയുന്നുണ്ട്. അല്ല, ആദ്യത്തെ 10-ാമത്തെ ആയത്തില് പറഞ്ഞത് ഇത് അവൽ ഫിത്യത്തു ഇലൽ കഹ്ഫ്, അല്ലെ, അവര് ഗുഹയിൽ പ്രവേശിച്ചു. ഫഖാലു റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. ഗുഹയിൽ കയറിയിട്ട് അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് നിന്റെ ഭാഗത്തുനിന്നുള്ള റഹ്മത്ത്, കാരുണ്യം ചൊരിയണേ, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു തീരുമാനം, ഒരു നേരായ വഴി നീ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, അതോടുകൂടി അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്താ ചെയ്തത്? അവരുടെ ചെവികളിൽ, കാതുകളിൽ അള്ളാഹു തടവി. ധാരാളം വർഷങ്ങൾ ഉറങ്ങാൻ സാധിക്കുമാറ്, യാതൊരുവിധ ഉപദ്രവമില്ലാതെ ഉറങ്ങാൻ സാധിക്കുമാറ് അള്ളാഹു അവർക്ക് അതിന് പറ്റുന്ന ഒരു നിശബ്ദമായ, ശാന്തമായ, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചു. മൂന്നാമത്തെ സംഭവം എന്താ? അതാണ് ഇന്നത്തെ ആയത്തിൽ നമ്മൾ പഠിക്കുന്നത്. സുമ്മ ബഅസ്നാഹും. ഞാൻ ആദ്യം അതിന്റെ ഒരു റഫ് ട്രാൻസ്ലേഷൻ പറയാണ് കേട്ടോ. സുമ്മ ബഅസ്നാഹും, പിന്നീട് നാം അവരെ, ബഅസ എന്ന് പറഞ്ഞാല് ശരിക്ക് പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇവിടെ പറയുന്നത് അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, പുനരുജ്ജീവിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ലിനഅലമ, നമുക്കറിയാൻ വേണ്ടി. അള്ളാഹു പറയാണ്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. എന്തിന്? അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ. അവരുടെ 2 കക്ഷികളിൽ ഏത് കക്ഷിയാണ് അവർ എത്ര കാലം താമസിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായി എണ്ണിക്കണക്കാക്കിയത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. കേൾക്കുമ്പോ ഈ ആയത്തിന്റെ അർത്ഥം കേൾക്കുമ്പോൾ ഇതൊരു വിയേർഡായിട്ട് തോന്നാം. അവരെ എഴുന്നേൽപ്പിച്ചത് ഈ ഒരു പർപ്പസിന് വേണ്ടിയാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അത് നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ആ വാചകത്തിന്റെ ഉദ്ദേശം, യഥാർത്ഥ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് അതിന്റെ വാക്കർത്ഥമാണ്. വാക്കർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ആ വാക്കുകളുടെ ഡയറക്റ്റ് മീനിങ് ആണ് പറഞ്ഞത്. അപ്പൊ ഇതില് ഹിസ്ബ് എന്നുള്ള പദമുണ്ട്, അല്ലെ, അഹ്സ എന്നുള്ള പദമുണ്ട്, ലബിസു, അമദൻ, ഇതൊക്കെ ചേർത്തിട്ടാണ് പറഞ്ഞത്. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പാർട്ടി, കക്ഷി എന്നൊക്കെ അർത്ഥമുണ്ട്. 2 കക്ഷികള്. അഹ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് എണ്ണി കണക്കാക്കുന്നവർ ആരാണ്. ലിമാ ലബിസു, അവർ തങ്ങിയതിനെ കുറിച്ച്, അവർ ആ ഗുഹയിൽ തങ്ങിയതിനെ കുറിച്ച്, ഉറങ്ങിക്കൊണ്ട് അവർ അവിടെ കഴിച്ചു കൂട്ടിയതിനെ കുറിച്ച്. അമദൻ, കുറെ കാലത്തോളം, കുറെ ദീർഘമായ കാലത്തോളം അവർ ആ ഗുഹയിൽ കഴിച്ചു കൂട്ടിയതിനെ കുറിച്ച് എത്രയാണ് പൂർണ്ണമായിട്ടും അതിനെ എണ്ണിക്കണക്കാക്കിയത് ആരാണ് എന്ന് ഈ 2 കക്ഷികളിൽ ആർക്കാണ് കൂടുതൽ, അവർ കൃത്യമായ എണ്ണം ആരുടെ പക്കൽ ഉള്ളതാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നാം അവരെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഇതാണ് വാചകത്തിന്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും ഇങ്ങനെ അർത്ഥം പറഞ്ഞാല് നമുക്ക് ഈ വാചകം കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവൂല. അപ്പൊ അതിന് എന്ത് വേണം? നമ്മൾ ഇതിനെ ഡൈസെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം
നമ്മൾ അതിനകത്ത് പോകുന്നത് സുമ്മ എന്നുള്ള വാക്കാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുമ്മ പിന്നീട്, ദെൻ, പിന്നീട്. ഓക്കെ. ഫ അതുപോലത്തെ ഒരു പദമാണ് അല്ലെ, ഫ. കഴിഞ്ഞ ആഴ്ച നമ്മള് ഫറബ്ന അല അദാനിഹിം എന്ന് പറഞ്ഞു അല്ലെ. ഫായും സുമ്മയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒരു ഗ്ലെയറിംഗ് ഡിഫറൻസ് ഉണ്ട്, വളരെ പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണ്? ആർക്കെങ്കിലും അറിയോ? ഫായും സുമ്മയും തമ്മില്. സ്പോട്ടില് പെട്ടെന്നുള്ള, കുറച്ച് കഴിഞ്ഞിട്ട്. കറക്റ്റ്, അതാണ് അതിന്റെ ഒരു കൃത്യമായ ഉത്തരം. അതായത് ഫ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഫാക്ക് പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഫ സബബിയ എന്നാണ് പറഞ്ഞല്ലേ. ഫ സബബിയ. ഫ സബബിയയുടെ അർത്ഥം എന്താ? ദെൻ, therefore എന്നർത്ഥം. അത് കാരണത്താൽ. ഫ വറബ്ന അല ആദാനിഹിം എന്നുള്ളടത്ത് ഫ സബബിയാണ്. അവിടെ ഫ സബബിയുടെ അർത്ഥം എന്താ? അവർ നേരത്തെ പ്രാർത്ഥിച്ചല്ലോ, ആ പ്രാർത്ഥിച്ചതിന്റെ കാരണത്താൽ നാം അവരെ ഉറക്കി. ഓക്കെ, അതാണ് ഫ സബ്. ഇനി ഫ തഖീബ് എന്ന് പറഞ്ഞാലോ, ദെൻ, അപ്പോൾ എന്നർത്ഥം. അവ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയെ തുടർന്ന് വേറൊരു സംഗതി വരുന്നതിന് ഫ തഖീബ്. സുമ്മ എന്നതിന് അറബിയിൽ പറയാ, സുമ്മ സാധാരണ ഇതിൽ പറയാം തറാഹിക്കാണെന്ന് പറയാം. തറാഹി എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു സംഗതി. അതായത് ഒരു കാര്യം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട്, ആ കുറെ കഴിയുക എന്നുള്ളതിന് ഒരു കണക്കുണ്ടോന്ന് ചോദിച്ചാൽ കണക്കൊന്നുമില്ല. ചിലപ്പോ ഏതാനും ദിവസങ്ങളാകാം, ചിലപ്പോ കുറെ വർഷങ്ങളാകാം, എന്തോ ആവാം. എന്തായാലും ഫ പോലെ പെട്ടെന്നല്ല. ഫ തഖീബോ ഫ സബബിയോ പോലെ അല്ല. സുമ എന്ന് പറയുന്നത് തറാഹിക്കാണ്. തറാഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ മനസ്സിലത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കണം. തറാഹി എന്താ? പിന്നീട്, പിന്തിച്ചു വരിക. തറാഹിക്ക് അറബി ഭാഷയിൽ പറയാതാണ് പിന്തിച്ചു വരിക, ഒരു സംഗതിക്ക് ശേഷം വരിക. കേട്ടാ? ഓക്കെ. അപ്പോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്നു. അപ്പൊ ഇവിടെ അള്ളാഹു പറയാണ്, ആദ്യം ഇവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഫളറബ്ന അലാ ആദാനിഹിം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, ആ കുറച്ച് കഴിയുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു ഏതാനും 100-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 300-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതിന്റെ മീനിങ് ആണ് സുമ്മ എന്നുള്ളത്. പിന്നെ അപ്പോ അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം പിന്നീട് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം. ഇനി അതാണ് സുമ്മയുടെ അർത്ഥം. അത് മനസ്സിലായല്ലോ, സുമ്മയുടെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി ബഅസ്ന. ബഅസ എന്ന് പറഞ്ഞാൽ എന്താ സാധാരണഗതിയിൽ അർത്ഥം? നമ്മള് പല അർത്ഥങ്ങൾ പറയാറുണ്ട്. ഇപ്പോ ബഅസ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവിപ്പിക്കുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് പറയും. മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നതിന് പറയും. ഒരു കൃത്യമായ ദൗത്യവുമായിട്ട്, ഒരു മിഷനുമായിട്ട് ഒരാൾ അയക്കുന്നതിന് പറയും. അപ്പൊ നമ്മൾ ആ വാക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട. ബഅസ ഒന്ന്, അതിന്റെ അർത്ഥം അൽ ഇസാറ എന്നതാണ്. അതായത് ടു പ്രൊവോക്ക്, ടു ഇൻസ്റ്റിഗേറ്റ്, ടു കോസ് സംതിങ് ടു ഹാപ്പൻ. അതായത് എന്തെങ്കിലും ഒരു സംഗതി നടക്കാൻ കാരണമാകുന്ന ഒരു സംഗതിക്ക് ബഅസ എന്ന് പറയും. മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സംഗതി നടക്കാൻ കാരണമാവുക, അതിന് ബഅസ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു അർത്ഥം തൗജീഹ്. തൗജീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടു ഗെറ്റ് ദ അറ്റൻഷൻ ഓഫ് സംതിങ് ഓർ പുട്ട് സംവൺ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരാളെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേകമായ വശത്തേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുക, അയാളുടെ അറ്റൻഷൻ തിരിച്ചുവിടുക, ശ്രദ്ധ തിരിച്ചുവിടുക, അതിനെന്ത് പറയും? ബഅസ പറയും. പിന്നെ അൽ ഇർസാൽ, ഒരാളെ ഒരു സംഗതിക്ക് വേണ്ടി അയക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരാളെ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി, അതായത് ഒരു പ്രത്യേക മിഷന് വേണ്ടി അയക്കുക എന്നതാണ് എന്ത് പറയാ? ബഅസ പറയാം. ഉദാഹരണത്തിന് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയൻ, ഖുർആനില് പറഞ്ഞ ഒരു സംഗതിയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയന റസൂലൻ മിൻഹും, അവനാണ് നിരക്ഷരരായ ഒരു ജനതയിൽ ഒരു പ്രവാചകനെ നിയോഗിച്ചത്. അപ്പോ ബഅസ എന്ന് പറയുമ്പോൾ വെറും ആ നിയോഗത്തിന് എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്, ഒരു മുഹിമ്മ ഉണ്ട്, ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ ഒരാളെ എന്തിനെങ്കിലും അങ്ങോട്ട് അയക്കുന്നതിന് ബഅസ എന്ന് പറയൂല. ഒരു കൃത്യമായ ഒരു പ്രത്യേകമായ പർപ്പസോട് കൂടി, ഒരു മിഷനോട് കൂടി അയക്കണേനാണ് എന്ത് പറയാ? ബഅസ എന്ന് പറയാ. കേട്ടാ? ഇനി തൻബീഹ്. തൻബീഹ് എന്ന് പറഞ്ഞാല് ഒരാളുടെ ശ്രദ്ധയെ ഉണർത്തുക. അതും
ഈ ബഅസയുടെ മീനിങ്ങിൽ പെട്ടതാണ് തൻബീഹ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞല്ലോ, അർത്ഥങ്ങൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ്? ഒന്ന് ഇസാറ, ഒരാളെ ഇളക്കി വിടുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അയാളെ പ്രൊവോക്കേറ്റ് ചെയ്ത് ഇളക്കി വിടുക. തൗജീഹ്, ഒരാളെ ഡയറക്റ്റ് ചെയ്യുക. ആ ഒരു ബഅസല്ലാഹു ഖുറാബൻ എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. കാക്കയെ മറ്റേ ആദൻ നബിയുടെ മക്കളിൽ ഹാബീലും കാബീലും അല്ലെ, കാബീല് ഹാബീലിനെ കൊന്നു കഴിഞ്ഞപ്പോ ബോഡി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചപ്പോ അള്ളാഹു ഒരു കാക്കേനെ അയച്ചു എന്ന് പറഞ്ഞു അല്ലെ. ബഅസല്ലാഹു ഖുറാബൻ, ഒരു കാക്കേനെ അയച്ചു. എന്തിനാണ്? എങ്ങനെയാണ് ബോഡി മറവ് ചെയ്യേണ്ടതെന്ന് ആദ്യത്തെ മനുഷ്യന് കാണിച്ചു കൊടുത്ത അങ്ങനെയാണ്. അപ്പൊ അവിടെ ബഅസാണ് ഉപയോഗിച്ചത്. അതൊരു മിഷൻ, ഒരു ലക്ഷ്യമാണ്. അപ്പൊ ഇസാറ, തൗജീഹ്, ഇർസാല്, തൻബീഹ്, ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പ്രൊവോക്ക് ചെയ്യുക, ടെൻഷൻ കിട്ടുക, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് അയാളെ പോയിന്റ് ചെയ്യുക, അതുപോലെ അവർക്കൊരു ടാസ്ക് കൊടുക്കുക, ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൗത്യം കൊടുക്കുക, ഇങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ ഈ ഭാഷ പലപ്പോഴും ഭാഷയുടെ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ പറ്റും വളരെ വിശാലമായ അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് അറബി ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് ഈ ഭാഷയുമായി ബന്ധപ്പെട്ടത്, ഇർസിൽ ഹക്കീമൻ വലാ തൂസിഹി. ഭാഷ എന്ന് അർത്ഥം പറയുമ്പോ ഇർസിൽ ഹക്കീമൻ വലാ തൂസി, ഒരു ഹക്കീമായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ആളെ അയക്കണം, കോമൺ സെൻസ് ഉള്ള ആളെ. ഒരു കാര്യത്തിന് നിങ്ങൾ അയക്കുമ്പോൾ കോമൺ സെൻസ് ഉള്ള ആളെ അയക്കണം. അതായത് ഇപ്പൊ നിങ്ങളൊരു കാറ് അവിടെ നിങ്ങൾ എടുത്തുകൊണ്ടിരാ എന്ന് പറയുമ്പോ ആ കാറ് കൊടുക്കുന്ന ആളോട് പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, നീ ആ താക്കോലിട്ട് ഇങ്ങനെ തിരിക്കണം, അല്ലെങ്കിൽ കീ റിമോട്ട് വെച്ച് ഇങ്ങനെ തുറക്കണം, എന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. കീ അങ്ങ് കൊടുത്തിട്ട് കാറ് ഇങ്ങ് എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനത്തെ ആളുകളെയാണ് ഓരോ മിഷന് വേണ്ടി അയക്കുള്ളൂ. ആ അർത്ഥത്തിൽ ഈ ബഅസ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഒരു സംഗതിക്ക് നിയോഗിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം. ഇപ്പൊ അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോ അള്ളാഹു ബിഅസത്ത് എന്ന് പറഞ്ഞല്ലേ, ബിഅസത്ത് അല്ലെ. ബിഅസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രവാചകത്വം, പ്രവാചകന്മാരെ നിയോഗം എന്ന അർത്ഥത്തിൽ ബിഅസത്ത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒരു ബറ്റാലിയനെ, ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു സംഘത്തെ പ്രവാചകൻ അയച്ചതിനെ ബിഅസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? യുദ്ധത്തിന് വേണ്ടി അയക്കുന്നവരുടെ പണി എന്താ? അവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ പോയിട്ട് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അത് വേറെ പ്രത്യേകം ഓരോന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല കേട്ടാ. അതെ. ഇനി അപ്പൊ ഒരു പെർട്ടിക്കുലർ പർപ്പസ് ഈ ബഅസ എന്ന് പറയുന്നതിനുണ്ട്. നമ്മളിത് പറയണത് എന്തിനാ? ഈ സുമ്മ ബഅസ്നാഹും, അവരെ അള്ളാഹു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച കാര്യമാണല്ലോ പറയുന്നത്. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിന് അള്ളാഹുവിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ ബഅസ എന്നുള്ള വാക്കിന്റെ അർത്ഥങ്ങൾ നമ്മൾ ഇത്രയും പറയുന്നത്. ഇനി ഭാഷാശാസ്ത്രജ്ഞന്മാര് ഇതിനെക്കുറിച്ച്, ബഅസനെ കുറിച്ച് പറഞ്ഞ ഒരു സംഗതി, അതായത് ഏത് സംഗതിയുമായിട്ടാണോ ഈ ബഅസ എന്നുള്ളത് ബന്ധപ്പെടുന്നത്, ആ കോണ്ടെക്സ്റ്റിൽ അതിന് ഡിഫറെന്റ് മീനിങ് വരും. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈന്യത്തെ അയക്കുക. ഇപ്പൊ ബിഅസത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ബറ്റാലിയന്, പിന്നെ പ്രത്യേകമായ ആർമിയുടെ വിഭാഗങ്ങളെ പറഞ്ഞത് എന്തുകൊണ്ടാ? ആ ബറ്റാലിയൻ ഒരു കൂട്ടം ആളുകളാണ് അല്ലെ. ബറ്റാലിയന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു എല്ലാവിധ സർവ്വ ആയുധങ്ങളും ഉള്ള തോക്കും, അതുപോലെ തന്നെ ബോംബും, ഇന്നത്തെ കാലത്താണെങ്കിൽ ഡ്രോണും, പിന്നെ AI ഉപയോഗിച്ചുള്ള മറ്റ് സാങ്കേതിക വിദ്യകളും, ഇതൊക്കെ ഉള്ള ഒരു സംഘത്തിനാണ് ബറ്റാലിയൻ എന്ന് പറയാം. അപ്പൊ അവർക്ക് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ അതിന് ബിഅസത്ത് എന്ന് പറയും. ഇനി വേറൊരു സംഗതി, ഈ ഒട്ടകത്തെ പിന്നെ അത് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് അറബി ഭാഷയിൽ ബഅസത്തിൽ ബഈർ എന്ന് പറയും. ഈ ഒട്ടകത്തെ അത് വിശ്രമിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന്. ടു മേക്ക് എ ക്യാമൽ മൂവ്, ടു ഡു എന്തെങ്കിലും ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് യാത്ര പുറപ്പെടുക, അതല്ലെങ്കിൽ ഒട്ടകം പിന്നെ അതിന്റെ ഭാരം വഹിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ച് വിടുന്നതിന് ബഅസ എന്ന് പറയും. പിന്നെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡെലിവറി മെസ്സേജ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലത്തും ഇന്നും ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ കൊറിയർ അല്ലെ, ഇപ്പൊ എന്നാ കീറ്റയോ എന്നപ്പോ പുതിയ കമ്പനിയുടെ പേര് കീറ്റ അല്ലെ, ഖത്തറില്. മറ്റേ നാട്ടിലുള്ളവർക്കൊന്നും പരിചയം ഉണ്ടല്ലോ. നാട്ടില് സൊമാറ്റോയും പിന്നെന്താ സ്വിഗ്ഗി അല്ലെ, അതൊക്കെയാണ്.
അത്തരം ആളുകൾ ഇപ്പോ ഫുഡ് മാത്രമല്ല ഡെലിവറി ചെയ്യാം, മെസ്സേജും ഡെലിവറി ചെയ്യും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സംഗതികൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നൊക്കെ ഡെലിവറി, അങ്ങനെയുള്ള ഒരാളെ അപ്പൊ ആ മെസ്സേജ് ഡെലിവറി ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുക, അതിനും ബാസ എന്ന പദം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഒരാളെ ഉറക്കത്തിന് എഴുന്നേൽപ്പിക്കുന്നതിന് ബാസ പറയും. അത് ഇവിടെ പർട്ടിക്കുലർലി നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം എന്താ, അയാളെ ഉറക്കത്തില് പൂർണ്ണമായിട്ടും അശ്രദ്ധമായി കിടക്കായിരുന്നു അല്ലെ. ഉറക്കത്തിൽ ഒരാൾക്ക് ബോധമില്ലല്ലോ, ബോധം നഷ്ടപ്പെട്ട് പിന്നെ ബോധം നഷ്ടപ്പെട്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിസരത്തെ കുറിച്ച് ചിന്തയില്ലാതെ അയാള് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിൽ പിന്നെ അയാളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുക. ആ എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാണ്? അയാൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ദൗത്യമുണ്ട് അതിനു വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോ സൂറത്ത് യാസീനില് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഖാലു മം ബഅസന മിൻ മർഖദിന ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. നമ്മള് ഫനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതുമ്പോ ഖബറിലുള്ള ആളുകൾ, ഖബറിലുള്ളവരും എങ്ങനെയാണോ മരിച്ചു വീണത് അങ്ങനെയുള്ള, അതാണ് അജ്ദാസ് എന്ന് സൂറത്ത് യാസീനിൽ പ്രയോഗിച്ചത്. അവിടുന്ന് അവര് റബ്ബിലേക്ക് ഇങ്ങനെ ഓടി സഞ്ചരിച്ചു പോകും എന്ന് പറയുന്നിടത്ത് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അവർ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണത്? മം ബഅസന, ഞങ്ങളെ ആരാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? മം ബഅസന മിൻ മർഖദിന. മർഖദ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഉറങ്ങിക്കിടന്ന സ്ഥലം. ഈ ഉറങ്ങിക്കിടന്ന സ്ഥലം അത് ചിലപ്പോ സമുദ്രത്തിന്റെ അടിയിൽ താഴ്ത്തിയ ഡെഡ് ബോഡി ആവാം, ഖബറിൽ കുഴിച്ചിട്ട ഡെഡ് ബോഡി ആകാം, കത്തിച്ചു കളഞ്ഞ ബോഡി ആവാം, അല്ലെങ്കിൽ കഴുകന്മാര് തിന്നുന്ന ചില മതങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള ബോഡികള് അവസാനം അള്ളാഹു അതിൽ ആത്മാവിനെ വീണ്ടും സന്നിവേശിപ്പിക്കുമ്പോഴാണ് അതിന് ബഅസ എന്ന് പറയാ അല്ലെ. ആ ബഅസിന് ഉദ്ദേശം എന്താ? അവരെ വിചാരണ ചെയ്യാന്നുള്ളതാണ് അല്ലെ. നാളെ പരലോകത്ത് ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ കണ്ടുമുട്ടാനുള്ള ആ പോക്കിന് അവിടെ ബഅസ എന്ന് പ്രയോഗിച്ചപ്പോ ആ ബഅസ നമ്മൾ അറിയാതെ ആളുകൾ പറഞ്ഞു പോകും. പ്രത്യേകിച്ച് ഈ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ പറഞ്ഞു പോകും, മം ബഅസന മിൻ മർഖദിന ഹാദാ, ആരാണ് ഞങ്ങളെ ഈ ഉറക്കത്തിൽ നിന്ന്, ഞങ്ങൾ ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചത്? പക്ഷെ അവിടെ സത്യവിശ്വാസികൾ പറയും ഹാദാമ വാദറം. അവർക്ക് വേഗം മനസ്സിലാവും ഇത് പരമകാരുണികനായ അള്ളാഹു വാഗ്ദത്തം ചെയ്താണെന്ന് മനസ്സിലാവും എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവാചകന്മാരെ നിയോഗിച്ചതിനെ കുറിച്ച്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻ അൻഫുസിഹിം അല്ലെ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അയച്ചത് എന്ന്. അപ്പൊ ആ ബഅസക്ക് ഒരു പ്രത്യേക മിഷൻ ഉണ്ട്. പിന്നെ ഈ ഉസൈറിനെ കുറിച്ച്, ഉസൈർ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറത്തുൽ ബഖറയില് 100 വർഷം അദ്ദേഹത്തെ ഉറക്കിയതിനെ കുറിച്ചൊരു കഥയുണ്ട്. ഉസൈറിന്റെ പേര് പറയുന്നില്ല, പക്ഷെ ഇങ്ങോട്ടാണ് സൂറത്തുൽ ബഖറയിൽ 259 ആയത്തില് ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ അല്ലെ. ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ, ബാക്കി കംപ്ലീറ്റ് ചെയ്ത്. ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ ഫഖാല അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. അള്ളാഹു എങ്ങനെയാണ് മനുഷ്യരെ ജീവിപ്പിക്കുന്നത്? ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, എങ്ങനെയാണ് അള്ളാഹു ഈ മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നത് ചോദിക്കുമ്പോ ആ ഉസൈറിനെ മരിപ്പിച്ച ഒരു സംഭവം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹു. 100 വർഷം ഈ ഉസൈറിനെ ഉറക്കി കിടത്തി പിന്നീട് അദ്ദേഹത്തെ അള്ളാഹു പുനരുജ്ജീവിപ്പിച്ച കാര്യം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആ അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുള്ള ഉദ്ദേശം? ഇസ്രായേലിയരെ രണ്ടാമതും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നൊരു ദൗത്യവുമായിട്ടാണ് ഉസൈർ വന്നത്. അപ്പൊ ആ ഉസൈറിനെ തന്നെ 100 വർഷം ഉറക്കി കിടത്തിയിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ബാബിലോണിയയിലേക്ക് അയച്ചിട്ട് അവരുടെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് വിശദമായിട്ട് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോ അതിനും ആ ഉസൈറിനെ പുനരുജ്ജീവിപ്പിച്ച ചരിത്രത്തെ കുറിച്ച് പറയാനും അള്ളാഹു പറഞ്ഞ വാചകം എന്താണ്? പിന്നെ ബഅസ എന്നാണ്. ഇനി നമ്മളെല്ലാവരും കൂട്ടാണോ? നമ്മളെല്ലാവരെയും അള്ളാഹു ബഅസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അതെപ്പോഴാ? നമ്മളെല്ലാവരെയും അള്ളാഹു ബഅസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാത്?
ഉറങ്ങാനീക്കുമ്പോ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോ അതിനെക്കുറിച്ച് സൂറത്ത് അൻആമിലെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ട് വഹുവല്ലദീ യതവഫാകും ബില്ലൈൽ, അവനാണ് നിങ്ങളെ രാത്രിയിൽ മരിപ്പിക്കുന്നവൻ. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ, പകല് നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചതെന്ന് അവൻ അറിയാം. തുമ്മ യബ്അസുകും ഫീഹി, പിന്നീട് അവൻ നിങ്ങളെ ഈ രാത്രിയിൽ ഉറക്കിക്കിടത്തിയിട്ട് മരിപ്പിച്ചിട്ട് നിങ്ങളെ അവൻ പകൽ എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിച്ചു വിടുന്നു. ലിയുഖ്ലാ അജലും മുസമ്മ, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നിർണിത അവധി നിങ്ങൾ കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുമ്പോൾ അതെന്താണ്? ശരിക്കും ഒരു ചെറിയ മരണമാണ്. ഉറക്കത്തെക്കുറിച്ച്, രാത്രിയിലെ ഉറക്കത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് പലയിടത്തും തവഫ എന്നാ പറഞ്ഞത്. നമ്മൾ വഫാത്ത് എന്ന് പറയൂലേ, വഫാത്ത് അല്ലെ, വഫാത്തായി എന്ന് പറയൂലേ, മരണം. ആ പദം പ്രയോഗിച്ചിട്ടാണ് നമ്മുടെ രാത്രിയിലെ ഉറക്കത്തെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷമുള്ള രാവിലെയുള്ള എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെന്താ? ബഅസ് എന്നാണ് പറഞ്ഞത്. അതായത് ആ ഉറക്കത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവൻ വീണ്ടും ജീവിപ്പിക്കുന്നു. ലിയുഖ്ലാ അജലും മുസമ്മ, ഒരു നിർണിത അവധി വരെ. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉറക്കത്തിൽ തന്നെ നമ്മൾ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്തവണ്ണം മരിച്ചു പോകും, അതിൽ തന്നെ ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലെ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്താ അതിന്റെ അർത്ഥം? ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഒറ്റ സെക്കൻഡ് കേട്ടോ, കുറച്ചു നേരം ഒന്ന് പോസ് ചെയ്യാൻ പറ്റുമോ റെക്കോർഡ് ഫാസിൽ? ഒന്ന് പോസ് ചെയ്യാം, ഒരു 2 മിനിറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ അതാണ്, ഉറക്കത്തിൽ നിന്ന് നമ്മളെ രണ്ടാമത് നമ്മുടെ അവധി, നമ്മുടെ പിന്നെ പടച്ചോൻ നിശ്ചയിച്ച, ജീവിതത്തിന് നിശ്ചയിച്ച ഒരു അവധി പൂർത്തിയാക്കാൻ. ഈ ശരിക്കും വഫാത്ത് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ? തവഫ എന്ന് പറയുന്നത് തന്നെ പൂർത്തിയാക്കുക എന്നർത്ഥം അല്ലെ. ഒരാൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ ഈ അവധി പൂർത്തിയായി എന്നർത്ഥം. ഈ ഭൂമിയിലുള്ള ജീവിക്കാനുള്ള കാലാവധി പൂർത്തിയായി എന്നർത്ഥം. ഓക്കെ, ഇനി വേറൊരു സംഗതി, ഈ ബഅസ് ഉപയോഗിച്ച മറ്റൊരു സ്ഥലം സൂറത്ത് നിസായിലെ 35-ാമത്തെ ആയത്തില് ദമ്പതികൾക്കിടയിൽ തർക്കം ഉണ്ടാവുമ്പോ ഫൈൻ ഖിഫ്തും ശിഖാക ബൈനഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹ. ദമ്പതികൾക്കിടയിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാല്, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാല്, ഒട്ടും ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് എന്താ പറഞ്ഞത്? ഫബഅസു, നിങ്ങൾ നിയോഗിക്കണം, ഹകമൻ മിൻ അഹ്ലിഹി, അയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഹക്കമ്, കുറച്ച് കോമൺ സെൻസ് ഉള്ള ആളെ നിയോഗിക്കണം. ആരെങ്കിലും നിയോഗിക്കരുത്. തർക്കം പരിഹരിക്കാനായിട്ട് ഒരാളെ നിയോഗിച്ചിട്ട് പിന്നെ അയാള് കാരണം കൂടുതൽ പ്രശ്നം വഷളാക്കുന്ന ആളെ നിയോഗിക്കരുത്. കാരണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബഅസ് പറയുന്നത് കേട്ടോ. അവിടെ അള്ളാഹ് ഉപയോഗിച്ച പദം എന്താ? ബഅസ് ആണ്. നല്ല കോമൺ സെൻസ് ഉള്ള വയസ്സായ കുറച്ച് കാര്യങ്ങൾ തിരിയുന്ന ആളുകളെ നിയോഗിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ പരിസരത്ത് ഈ ഇത്തരം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ മധ്യസ്ഥന്മാരാണ് പല കുഴപ്പങ്ങളും ഉണ്ടാക്കുക. കാരണം എന്താ? അവര് ഹക്കമാവൂല, അവര് നീതിപൂർവ്വം വിധിക്കണവരാവൂല. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകമായിട്ട് അത് പറഞ്ഞത്, ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ. രണ്ട് പക്ഷത്തും നിൽക്കാതെ കോമൺ സെൻസ് ഉള്ള വയസ്സായിട്ടുള്ള വിസ്ഡം ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നിങ്ങൾ അവരെ നിയോഗിക്കണം എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് നമ്മൾ അതിനുപയോഗിച്ച പദമാണ് ബഅസ്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഇനിയുണ്ട്. ഇസ്രായേലിൽ പ്രാർത്ഥിച്ചൊരു കഥ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. ഇബ്അസ് ലനാ മലിക്കൻ, ഞങ്ങൾക്കൊരു കമാൻഡറെ, ഒരു രാജാവായിട്ടുള്ള ഒരു സൈന്യാധിപനെ നിയോഗിച്ചു തരണം. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? അവരെ ഒരു താലൂത്തിനെ മലിക്കായിട്ട് നിയോഗിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ? താലൂത്ത് എന്ന് പറയുന്ന ഒരു മലിക്കാണ്, ഒരു രാജാവാണ്. ആ രാജാവിന്റെ പണി എന്തായിരുന്നു? ഇസ്രായേലിയരെ അവരുടെ പതിതമായ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ച്, സ്ലൈവറി ഉള്ള അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് വിജയം പ്രദാനം ചെയ്യുക. ശരിക്കും ഞാൻ നോക്കൂ, നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലിയരുടെ കഥ ഖുർആനിൽ ഇത്രയധികം പറയണം എന്തിനാ? അതായത് ജൂതന്മാരുടെ ചരിത്രം ഇറ്റ്സ് പാർട്ട് ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി. മനസ്സിലാവുണ്ടോ? ഇസ്രായേലൈറ്റ് ഹിസ്റ്ററി ഈസ് പാർട്ട് ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി. നമുക്ക്
ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിയരുടെ ചരിത്രം പഠിച്ചേ പറ്റൂ. വൈ? എന്തുകൊണ്ടാ? മൂസാ നബിയുടെ ചരിത്രം ഏറ്റവും അധികം ഖുറാൻ പറയുന്ന, ഞാൻ ഇടക്ക് പറയുന്ന കേട്ടോ, ഇതിന്റെ കോണ്ടെക്സ്റ്റ് ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. പല സംഭവങ്ങളിലും മുസ്ലിങ്ങൾക്ക് പാഠമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു ജനതയാണ് ഇസ്രായേലിയര്. അതായത് ഇന്നിപ്പോ നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന് വിളിക്കുന്ന രാജ്യത്തിലെ ആളുകളെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത. അന്നത്തെ ഓരോ ഘട്ടത്തിലും വെച്ച് ഏറ്റവും അധികം അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് ആ ബനു ഇസ്രായേലിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആന്റെ തഫ്സീറുകളിലൊക്കെ ഇസ്രായേലിയാത്ത് ഒരുപാടുണ്ട്, അല്ലെ? ഒരുപാട് ഇസ്രായേലിയത്തുണ്ട്. അതിൽ പലതും ശരിയുമാണ്, കുറച്ചൊക്കെ കെട്ടുകഥകളുണ്ട്, പക്ഷെ നല്ലൊരു ശതമാനം നമുക്ക് പാഠമുള്ള കഥകളാണ്. അപ്പോ ഈ ഇസ്രായേലിയരുടെ കഥ പറഞ്ഞെടുത്ത് സൂറത്തുൽ ബഖറയിൽ ഇബ്അസ് ലനാ മലിക്കൻ, ഞങ്ങൾക്കൊരു കമാൻഡറെ നിശ്ചയിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെയും അവർ പറഞ്ഞ പദം ഇബ്അസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സൂറത്തുൽ അറാഫിലെ 167 ആയത്തിൽ വഇതഅദന റബ്ബക ലയബ്അസന്ന അലൈഹിം ഇലാ യൗമിൽ ഖിയാമത്തി മൻ യസൂമുഹും സൂഅൽ അദാബ്. ജൂതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയർക്ക് ഒരാളെ അവരെ കഠിനമായി ശിക്ഷിക്കുന്ന ഒരാളെ അയച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അവർ അത്രത്തോളം അല്ലാഹു ശപിച്ചിട്ടുണ്ട്. മനസ്സിലാ? അതിനെക്കുറിച്ച് പറഞ്ഞതും യബഅസ. അപ്പൊ ഒരു പ്രവാചകനെ നിയോഗിച്ചതിനെ കുറിച്ച് ബഅസ പറഞ്ഞു, ഒരു കമാൻഡറെ നിയോഗിച്ചതിനെ കുറിച്ച് ബഅസ് പറഞ്ഞു, നമ്മളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി ബഅസ് പറഞ്ഞു, ഒരു ജനതയെ ശിക്ഷിക്കാൻ വേണ്ടി ചില വിഭാഗത്തെ നിയോഗിച്ചതിനെ കുറിച്ച് ബഅസ് പറഞ്ഞു. മനസ്സിലായോ? പിന്നെ ഇതൊക്കെ കൂടി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ? അതിനാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങളും ബഅസ എന്നുള്ള പദത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു. ഇവിടെ ഈ ഗുഹാവാസികളെ അള്ളാഹു ബഅസാക്കി, അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. എന്തിന്? ആ പർപ്പസിലേക്ക് നമ്മൾ വരും കേട്ടോ. അപ്പൊ ഒരു വലിയ പർപ്പസ് ഉണ്ട് അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിൽ. ആ പർപ്പസിലേക്ക് നമ്മൾ വരാം. അതാണ് ബഅസ എന്ന പദം പ്രയോഗിച്ചതിന്റെ പിന്നിൽ ആ ഒരു വലിയ ലക്ഷ്യമാണ് അള്ളാഹുവിനുള്ളത്. ഖുർആനിൽ അള്ളാഹു ഒരു പദം പ്രയോഗിക്കുമ്പോൾ ആ പദത്തിന്റെ ഇത്രയും വിശാലമായ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ കഥ അങ്ങോട്ട് മനസ്സിലാവും. ആ കഥയുടെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ഭാഗം നമുക്ക് തിരിയും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം പറഞ്ഞത്. ഓക്കെ, ഇപ്പോഴും ഞാൻ എന്താണ് അവരെ ബഅസാക്കിയതിന്റെ പർപ്പസ് എന്താണെന്ന് ഇന്നും പറഞ്ഞിട്ടില്ല, പറയാം നമുക്ക് ഇൻഷാ അല്ലാഹ്. വേറൊരു സംഗതി ഉള്ളത്, ഈ ബഅസ നമ്മൾ ഒരാളെ അള്ളാഹു അല്ലെങ്കിൽ മറ്റൊരാൾ അയക്കുന്നു എന്നാണെങ്കിൽ ഇംബഅസ എന്ന് പറയും. ഇംബാസ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം തന്നെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ വരുന്നതിന് ഇംബാസ എന്ന് പറയും. ഏത് ഒരു സൂറത്തിലുണ്ടത്? ഇതിംബഅസ അഷ്ഖാഹ. ഏത് സൂറത്തിലാ അത്? ഇതിംബഅസ അഷ്ഖാഹ. നിങ്ങൾക്ക് അറിയാമോ നോട്ടെ, ഏത് സൂറത്തിലാ ഇതിംബഅസ അഷ്ഖാഹ? ഏതാ? ലൈലല്ല, ഷംസ്. ഷംസ്. അതെ. എന്താ, ആരെ കുറിച്ചാ പറഞ്ഞത്? ആരെ കുറിച്ചാ പറഞ്ഞത്? സമൂദ്. അതെ, ലൂത്തല്ല. സമൂദ് ഗോത്രത്തിലെ ഒരാള് ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി തന്റെ അടുത്തോടെ വന്നല്ലോ, തന്റേടിയായിട്ട് വന്നല്ലോ. എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തെ കൊല്ലുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തൊരു ഫാജിർ, ഒരു തെമ്മാടി രംഗത്ത് വന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിച്ച പദം ഇംബഅസ എന്നാണ്. അപ്പോ അത് അറബി ഭാഷ. അത് ഞാൻ പറയണത് എന്തിനാന്ന് വെച്ചാല്, അറബി ഭാഷയിലെ ചില പദങ്ങള് അങ്ങനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ബഅസ നിയോഗിച്ചു ആണെങ്കിൽ ഇംബഅസ നിയോഗം ഏറ്റെടുത്ത ആളെ കുറിച്ച് പറയാൻ വേണ്ടി പറയാം. മനസ്സിലായിട്ടുണ്ടോ? ഫഅല പ്രവർത്തിച്ചു, ഇംഫഅല സ്വയം പ്രവർത്തിതമായി. മനസ്സിലായി? ഫഅല പ്രവർത്തിച്ചു, ഇംഫഅല എന്ന് പറഞ്ഞാല് സ്വയം പ്രവർത്തിതമായി. അങ്ങനെ ഒരു മീനിങ് ഭാഷാപരമായിട്ട് നമുക്ക് കിട്ടും. അതും നമ്മുടെ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ സുമ്മ ബഅസ്നാഹും എന്നതിന്റെ കൃത്യമായ മീനിങ്ങിലേക്ക് പോകാം. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ എന്താ പറഞ്ഞത്? ഇബ്നു ആഷൂർ, നമ്മൾ സാധാരണ ഉദ്ധരിക്കാറുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്തരം സംഗതികളെ വിശദീകരിക്കുന്ന ഒരു മുഫസ്സിറാണ് ഇമാം താഹിർ ബിൻ ആഷൂർ. അദ്ദേഹം പറയാണ്, ഇവിടെ അള്ളാഹു ഇതൊരു ശരിക്കൊരു ഒരു രൂപകമായിട്ടാണ്, അലിഗറി എന്ന് പറയുമല്ലോ. അതായത് കവിതയിലൊക്കെ സാധാരണഗതിയിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന്റെ ഒരു സിറ്റുവേഷൻ വിശദീകരിക്കാൻ വേണ്ടി ചില വാക്കുകൾ പറയും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ച ഒരു പദമാണ് സുമ്മ ബഅസ്നാഹും എന്നുള്ളത്. അതായത് ഈ സ്റ്റോറിയുടെ പർപ്പസ്, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സ്റ്റോറിയുടെ മെയിൻ പർപ്പസ് എന്താ? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയിലൂടെ
അള്ളാഹു സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന മെയിൻ ലക്ഷ്യം എന്താ? മെയിൻ പർപ്പസ് ചിന്തിച്ചിട്ടുണ്ടോ? മരണാനന്തര ജീവിതം. കറക്റ്റ്, അതാണ്. അഹ്സൻതി. മരണാനന്തര ജീവിതം, അതായത് മരിച്ചതിന് ശേഷം മനുഷ്യരെ അള്ളാഹു പുനരുജ്ജീവിപ്പിക്കും. അതിനാണ് ഈ ബഅസ എന്നുള്ള പദം പ്രയോഗിച്ചത്. അത് വിശദമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ സൂറത്ത് പഠിക്കുമ്പോൾ ഈ ആയത്തുകൾ അറേഞ്ച് ചെയ്ത രീതി, അതിന്റെ സ്ട്രക്ചർ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് ഞാനൊന്ന് ഇതിന്റെ അവസാനം പറയാം. നമ്മുടെ ഈ ക്ലാസിന്റെ അവസാനത്തിലേക്ക് അത് ഞാൻ പറയാം. ഈ സ്ട്രക്ചറിന്റെ ഒരു ബ്യൂട്ടി, ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്റ്റോറി അറേഞ്ച് ചെയ്ത സ്ട്രക്ചറിന്റെ ഒരു ബ്യൂട്ടിനെ കുറിച്ച് നമ്മൾ പറയും. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? ഇവർ ഇത്രയും വർഷം, എത്രയോ ആയിക്കോട്ടെ, എത്രയോ വർഷം, ഒരു യുഗം എന്ന് വിളിക്കാവുന്ന അത്രയും വർഷങ്ങൾ ഇവർ ഉറങ്ങിയിട്ട് അവരെ അള്ളാഹു പുനരുജ്ജീവിപ്പിച്ചു. എന്തിന്? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എത്ര കാലം നിങ്ങൾ മരിച്ചു കിടന്നാലും, നിങ്ങൾ ഒരു ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, ആദം നബി മുതൽ അവസാനം അന്ത്യനാളിൽ എന്റെ കാഹളം ഊതുമ്പോൾ അവസാനം മരിച്ചു വീഴുന്ന ആളെ വരെ അള്ളാഹു എന്ത് ചെയ്യും? പുനരുജ്ജീവിപ്പിക്കും. ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കോടാനുകോടി വർഷങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മില്യൺ കണക്കിന് വർഷം ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അവസാനം എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ ഉറങ്ങിയതുപോലെ എഴുന്നേറ്റ് വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും. ഇതാണ് ഈ സ്റ്റോറിയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതിനാണ് അള്ളാഹു ഈ പദം ഇവിടെ ഇവരെ ഉറക്കത്തിൽ നേരിട്ടു. അല്ലെങ്കിൽ ഇവിടെ അള്ളാഹിന് പറഞ്ഞാൽ മതി അഹിയാഹും, അല്ലെ, അല്ലെങ്കിൽ നഷറഹും എന്നൊക്കെ പറഞ്ഞാൽ മതി, അവരെ ജീവിപ്പിച്ചു. അല്ലെങ്കിൽ ഐക്കള്ളഹും, ശരിക്കും സാധാരണഗതിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് പറയാം ഐക്കള്ള എന്നാണ്. സുമ്മ ഐക്കൽനാഹും, ഇസ്തൈക്കല എന്ന് പറഞ്ഞാൽ സ്വയം എഴുന്നേറ്റു, ഐക്കല എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചു. അപ്പൊ സുമ്മ ഐക്കൽനാഹും, പിന്നെ നാം അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാതെ ബഅസ്നാഹും എന്ന് പറഞ്ഞതിന്റെ ബേസിക് പർപ്പസ്, നമ്മൾ എല്ലാവരും മരിക്കാനുള്ളവരാണ്, ഖബറിൽ പോകാനുള്ളവരാണ്, ബർസഖിയായ ജീവിതത്തിൽ പോകാനുള്ളവരാണ്. എത്ര കാലം ആ ബർസഖിയായ ജീവിതത്തിൽ കിടന്നാലും നമ്മൾ എല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു കാലം, അങ്ങനത്തെ ഒരു സംഭവം നടക്കാനുണ്ട് എന്ന പർപ്പസാണ് ഈ ഒറ്റ പദം പ്രയോഗിച്ചതിലൂടെ അള്ളാഹു ചെയ്ത് എന്നാണ് ഇമാം ഇബ്നു ആഷൂർ ഇതിനെ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അലിഗറി, ഒരു രൂപകം എന്ന നിലക്കാണ് ആ പദം അള്ളാഹു ഉപയോഗിച്ചത് എന്നതാണ്. കേട്ടോ? ഓക്കെ. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് വളരെ വിശദമായ ഒരു സൂചനയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് എന്നർത്ഥം. ഇനി രണ്ട് രൂപത്തിലും, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും മരണത്തിൽ നിന്ന് എഴുന്നേറ്റാലും. അതുകൊണ്ടാണ് ഇന്നാല മബ്ഊസൂൻ, ഇവര് ചോദിക്കുന്നുണ്ടല്ലോ, സത്യനിഷേധികൾ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, ഇന്നാല മബ്ഊസൂൻ, അല്ലെ, അവ ആബാഉനൽ അവ്വലൂൻ ഇദാ കുന്നാ തുറാബൻ വ ഇദാമൻ ഇന്നാല മബ്ഊസൂൻ. ഏത് സൂറത്തിലാ അത്? വാഖിയ. അഹ്സൻതും, വാഖിയ. ഇവിടെ എന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പറഞ്ഞതിന് മുമ്പ്. ഇന്നാല മബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ പിതാക്കളും ഒക്കെ അങ്ങനെ എഴുന്നേൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ സൂറത്തുൽ വാഖിയയിൽ അത് പറയുന്നുണ്ട്. അവിടെയും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവര് ഉപയോഗിച്ച വാക്ക് അതാണ്. അപ്പൊ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലിഗറിയാണ് എന്നർത്ഥം. ഓക്കെ. ഇനി ഈ മരണവും ഉറക്കവും തമ്മിലുള്ള ഒരു ബന്ധം, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നേരത്തെ. ഞാൻ അതിൻ്റെ അകത്തേക്ക് കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് അത്തരം ആ രൂപത്തിൽ ശരി. ഇനി സുമ്മ ബഅസ്നാഹും, അപ്പൊ ആ ബഅസ എന്നുള്ള പദം പ്രയോഗിച്ചതിന്റെ ഉദ്ദേശം നമുക്ക്. ഇനി അടുത്തത് നോക്കൂ, ലിനഅലമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞു, നമുക്കറിയാൻ വേണ്ടി. നമുക്കറിയാൻ വേണ്ടി. നാം എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന ആരാ? അള്ളാഹ് പറയാണ്, നമുക്കറിയാൻ വേണ്ടി. ശരിക്കും അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തറിയാൻ വേണ്ടി? ഇവരെത്ര കാലം, അല്ല അതല്ല, പിന്നീട് ശേഷം വരുന്നത് ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ. ഇവര് ഈ രണ്ട് കൂട്ടർ ആരാന്നുള്ളത് നമ്മൾ ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല കേട്ടോ. രണ്ട് കക്ഷികളിൽ ആരാണ്
ഇവർ ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ എത്ര കാലം ഇവർ ഉറങ്ങി എന്നത് കൃത്യമായി എണ്ണിക്കണക്കാക്കുന്നത് ഈ രണ്ടു കൂട്ടരിൽ ആരാണ് അവരിൽ ഏറ്റവും കൃത്യതയുള്ളത് എന്ന് അള്ളാഹുവിന് അറിയാൻ വേണ്ടിയാണ് ഇവരെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൺഫ്യൂഷൻ വരും. ഇതിപ്പോ അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ? ഈ പറയുന്ന രണ്ട് കക്ഷികളെക്കാളും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അള്ളാഹുവിനാണല്ലോ. അള്ളാഹുവിന് അറിയാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ ജീവിപ്പിക്കണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇവരെ ഉറക്കിക്കെടുത്തിയിട്ട് ഈ കുറച്ച് ആളുകൾ ഉറക്കിക്കെടുത്തിയിട്ട് അവരെ എഴുന്നേൽപ്പിക്കുന്നു. എന്തിന്? കൃത്യമായിട്ട് ഇവരെ എത്ര കാലം ഇവർ ഉറങ്ങിയെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം വേറെ എന്തോ ആണ്. അങ്ങനെ അള്ളാഹ്ക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇമാം ഷൻഖീത്തി ഇതിനെ കുറിച്ച് പറയുന്നത്, ഇതിന്റെ ഉദ്ദേശം ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കുട്ടികളോട് ചിലപ്പോൾ പറയും അല്ലെ, കുട്ടികളോട് നിങ്ങളുടെ കൂട്ടത്തില് എനിക്ക് ഇത്തിരി വെള്ളം കൊണ്ടുവരുന്ന ആള് ആരാ ഉള്ളത്, അവനായിരിക്കും ഏറ്റവും സ്മാർട്ട് എന്ന് നമ്മൾ പറഞ്ഞാല് നമ്മുടെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് ആ വെള്ളം എടുത്തുകൊണ്ട് വരും. കാരണം എന്താ? നമ്മൾ പറയാണ് നിങ്ങളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടി ആരാണ് എന്ന് എനിക്കറിയണം. ആരാണോ ആദ്യം വെള്ളം എടുത്തു കൊണ്ടുവരുന്നത് അവനാണ് സ്മാർട്ട്. നമ്മൾ ഉദ്ദേശം എന്താ? ആ പറയുമ്പോ തന്നെ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ചെറിയ മകൻ അല്ലെങ്കിൽ മകള് അത് ചെയ്യണമെന്നാണ്. ഇതുപോലെ അള്ളാഹു പറയാണ് എനിക്കറിയാം അത്, പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നതാണ് ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നത്. പക്ഷെ അത് അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യാഖ്യാനമല്ല. അതിന് അദ്ദേഹം ഒരു ന്യായം പറയുന്നത് സൂറത്ത് ആലിമ്രാനിലെ 154-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, വലിയബ്തലിയല്ലാഹു മാഫി സുദൂരിക്കും വലിയുമഹ്സിസ മാഫി ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് എന്താണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത്. വലിയുമഹ്സിസ മാഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതൊക്കെ വേർതിരിച്ച് അറിയണം അള്ളാഹുവിന്. എന്നിട്ട് അതേ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹുവിന് അറിയാം ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന്. ഏറ്റവും നന്നായിട്ട് അള്ളാഹ്ക്ക് അറിയാം. എന്നാ പിന്നെ എന്തിനാ അള്ളാഹ് പരീക്ഷിക്കണം? അള്ളാഹുവിന് ഹൃദയങ്ങളിലുള്ളതൊക്കെ അറിയാമെങ്കിൽ പിന്നെ അള്ളാഹു എന്തിനു പരീക്ഷിക്കുന്നു? അപ്പൊ അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അതിന്റെ അർത്ഥം നമുക്ക് തന്നെ അത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തന്നെ നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് ഇന്നതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പരീക്ഷിക്കുന്നത് എന്നാണ് ഈ ഇമാം ഷൻഖീത്തി. അതിനെ കുറിച്ചാണ് ഇവിടെ ഹിസ്ബൈനി ലിമാ ലബിസോദ. അപ്പൊ മറ്റുള്ളവർക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ അതിനേക്കാളും വലിയ ഇതിന്റെ ഒരു അർത്ഥം നമ്മൾ സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, അതായത് നമ്മൾ തന്നെ പറയാറില്ല ലെറ്റ് മീ സീ ഹൗ യു വിൽ ഡു ഇറ്റ്, നിങ്ങൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമല്ലോ നമ്മള്. ഇപ്പൊ നമ്മുടെ ഓഫീസിൽ നമ്മുടെ ബോസ് ഒരു പണി നമുക്ക് തന്നിട്ട് ചിലപ്പോൾ അയാൾ പറയും അങ്ങനെ, അതായത് ലെറ്റ് മീ സീ ഹൗ യു ഡു ഇറ്റ്, നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയട്ടെ. അപ്പൊ ആ അറിയുക എന്നതല്ല അയാളുടെ ഉദ്ദേശം. മറിച്ച് അയാളുടെ ഉദ്ദേശം എന്താ? ആ ചെയ്യുന്ന ആൾക്ക് അയാളത് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടണം ഇയാൾ ഒരു സ്മാർട്ടാണ് എന്നുള്ളത് സ്വയം തന്നെ അയാൾക്ക് ബോധ്യപ്പെടണം. ആ സ്വയം ബോധ്യപ്പെടുത്തുന്ന ഒരു പണിയാണ് അള്ളാഹു ഇവിടെ എടുക്കുന്നത് കേട്ടാ. അതായത് ഈ സൂറത്തുൽ കഹ്ഫിലെ ഈ ആളുകളുടെ കഥ പറയുമ്പോൾ ഈ കഥയിൽ ഈ ഉറങ്ങിയ ആളുകൾ എത്ര കാലം ഉറങ്ങി എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് അല്ല. മറിച്ച് അള്ളാഹു അത് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത്രയും വർഷം ഉറങ്ങിയിട്ടും, ഇത്രയും വർഷം ഒരു കൂട്ടർ ഉറങ്ങിയിട്ട് അവരെ അള്ളാഹു പുനരുജ്ജീവിപ്പിച്ചോ എങ്കിൽ അത് വേറെന്തിലൊക്കെയോ ഉള്ള തെളിവുകളാണല്ലോ എന്ന് മറ്റു മനുഷ്യർക്ക് മനസ്സിലാവണം. അതിനല്ല പറയുന്ന പദമാണ് ലെറ്റ് മീ സീ എന്നുള്ളത്. ലെറ്റ് മീ നോ, അല്ലെങ്കിൽ ഞാൻ അറിയട്ടെ എന്നല്ല പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം വാസ്തവത്തിൽ അള്ളാഹ്ക്ക് അറിയലല്ല, മറിച്ച് നമുക്കെല്ലാവർക്കും അത് അറിയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അതാണ് അല്ലിന അല്ലാമ അയ്യുൽ ഹിസ്ബൈൻ. ഇനി അഹ്സ എന്ന പദം, അഹ്സയുടെ അർത്ഥം എന്താ? ശരിക്ക് ഹുസാത്ത് എന്ന് അറബി പറഞ്ഞാൽ ഈ ചരൽക്കല്ലിനെ പറയാം. ആ ചരൽക്കല്ലെന്നാണ്, അതായത് ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടല്ലോ, നമ്മൾ ആ കാക്കയുടെ സ്റ്റോറിയിൽ പറയുന്നില്ലേ, കാക്ക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊരു പിന്നെ അറബി പാഠപുസ്തകത്തിലൊക്കെ ആ ഒരു കഥ ഉണ്ടല്ലോ, ആ ജാറിൽ കൊണ്ടുപോയിട്ട് കല്ലുകൾ പെറുക്കിയിടുന്ന, അതിന് ഹുസാത്ത് എന്നാ പറയാം, ചരൽക്കല്ലുകൾ. അപ്പൊ പണ്ട് കാലത്ത് അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ എണ്ണം തെറ്റ, അന്ന് കാൽക്കുലേറ്ററും ഇന്നത്തെ മൊബൈലിലുള്ള പോലെ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലല്ലോ.
അപ്പൊ അവരെന്ത് ചെയ്യും? ഇപ്പൊ നമ്മളിങ്ങനെ കയ്യിലെണ്ണും, പക്ഷെ കയ്യിലെണ്ണുന്നതിന്റെ ലിമിറ്റ് ഉണ്ട്. 10 എണ്ണമല്ലേ എണ്ണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 11 എണ്ണുമ്പോൾ രണ്ടാമത് വീണ്ടും തെറ്റിപ്പോകും കൺഫ്യൂഷൻ. അപ്പൊ അതിന് അവർ ചെയ്തൊരു പണിയാണ്, അവരെന്തെങ്കിലും എണ്ണാൻ തീരുമാനിക്കണമെങ്കിൽ ഒരു ജാർ എടുക്കും, ഒന്ന് എണ്ണുമ്പോൾ ഒരു കല്ല് അതിലിടും, രണ്ടാമത്തെ ഒരു കല്ലിടും, മൂന്നാമത്തേന് വേറൊരു കല്ലിടും. അങ്ങനെ പിന്നെ ആ കല്ല് എണ്ണി നോക്കിയാൽ മതി കൃത്യമായിട്ട് എത്ര എണ്ണ ഉണ്ട് എന്നൊരു സംഗതി അറിയാൻ വേണ്ടി. അതിൽ നിന്നാണ് ആ ഹുസാത്ത് എന്ന പദത്തിൽ നിന്നാണ് അഹ്സ എന്ന പദം. ഇന്നിപ്പോ അറബി ഭാഷയിൽ ഇഹ്സാഇയാത്ത് എന്ന് പറയും, സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു കാര്യത്തിന്റെ ഡാറ്റ, ഇഹ്സാഇയാത്ത്. അതിൽ നിന്നാണ് ഇവിടെ അഹ്സ എന്ന പദം വന്നത്. അപ്പൊ ഇവിടെ ഈ അഹ്സ എന്ന പദം ഏത് രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്നതൊരു കൺഫ്യൂഷന്റെ വിഷയമാണ്, ഒരു തർക്ക വിഷയമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് അത് അഹ്സ എന്നുള്ളത് മാലി, ഒരു ഫിഅ്ൽ മാലി ആയിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ആ ഗുഹയിൽ തങ്ങിയത് എന്നത് കൃത്യമായി എണ്ണിക്കണക്കാക്കിയത് എന്നുള്ള ഫിഅ്ൽ രൂപത്തിലാണ് അഹ്സ എന്നുള്ളത് ഒരു ഫിഅ്ൽ മാലി ആയിട്ടാണ് പ്രയോഗിച്ചത് എന്നാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗം പറയുന്നത് അതൊരു ഇസ്മു തഫ്ലീലാണ്. ഇസ്മു തഫ്ലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയോ? ഒരു ഉദാഹരണം പറയാൻ. ഇസ്മു തഫ്ലീൽ നിങ്ങൾ ഇവിടെ തന്നെ ആണോ എന്ന് അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കണത്. അക്ബർ, അക്ബർ, അഹ്സന്, അജ്മല് എന്നൊക്കെ പറയും. അതായത് സൂപ്പർലെറ്റീവ് ഡിഗ്രി. അപ്പൊ അഹ്സ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? ഏറ്റവും നന്നായിട്ട് എണ്ണിക്കണക്കാക്കുന്നവൻ. മനസ്സിലായോ? അല്ലെങ്കിൽ ഏറ്റവും എണ്ണി കണക്കാക്കുന്ന പ്രക്രിയ. അങ്ങനെ ഒരു ഇസ്മു തഫ്ലീലായിട്ടാണ് അത് ഉപയോഗിച്ചത്. അപ്പൊ രണ്ട് രൂപത്തിലാണ് പ്രയോഗിച്ചെന്ന് പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞ? ഫേല് മാലി ആയിട്ട്, ഫീല് മാലി, പാസ്റ്റ് ടെൻസ് ആയിട്ട്. അഹ്സ എന്ന് പറഞ്ഞാൽ ഹു ആക്ച്വലി കൗണ്ടഡ് എന്ന അർത്ഥത്തില്. രണ്ടാമത്തത് അഹ്സ, ഹു ഇസ് ദ ബെസ്റ്റ് കൗണ്ടർ, ഏറ്റവും നന്നായിട്ട് എണ്ണി കണക്കാക്കുന്നവൻ അല്ലെങ്കിൽ ആ കണക്കാക്കുന്ന വിഭാഗം ആരാണ്. അപ്പൊ ഇസ്മു തഫ്ലീല്. ഈ രണ്ട് രൂപത്തിലാണെങ്കിലും പിന്നെ അതിൽ പ്രശ്നമില്ല. അത് രണ്ട് രൂപത്തിൽ മനസ്സിലാക്കിയാലും മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടാ. അപ്പൊ ഇവിടെ ഇനി അടുത്ത ചോദ്യം ഈ ഹിസ്ബൈനി, ഈ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അയ്യുൽ ഹിസ്ബൈനി, ഈ രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗമാണ് ഇവർ ഏറ്റവും കൂടുതൽ കാലം ആ ഗുഹയിൽ തങ്ങിയത് എന്ന് പൂർണ്ണമായി കണക്കാക്കി. അപ്പൊ ഈ രണ്ട് വിഭാഗത്തെ കുറിച്ച് പണ്ഡിതന്മാര്, മുഫസ്സിറുകൾ ഇതുപോലെ വിയോജിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം പറയുന്നത് ഒരു അലൂസി, ഇമാം അലൂസി ആ ഡിഫറെന്റ് ഓപ്ഷൻസ്, ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറയുന്നത് ഈ പിന്നെ ദീസ് ആർ ടു ഗ്രൂപ്പ്സ് മീനിങ് സം ഗ്രൂപ്പ് ഓഫ്, അതായത് ഈ ഗുഹാവാസികളിൽ തന്നെ ഉള്ള ആളുകളിന്റെ രണ്ട് വിഭാഗമായി. ഗുഹാവാസികളിൽ തന്നെ ഉള്ള എത്ര പേരുണ്ടാവും? 7 ആവാം, ചിലപ്പോൾ 5 ആവാം. അവർ തന്നെ രണ്ട് വിഭാഗമായിട്ട്. ചിലർ പറഞ്ഞു ഞങ്ങള് പിന്നെ കുറെ കാലം ഉറങ്ങി, 300 വർഷം ഉറങ്ങി, അല്ലെങ്കിൽ 350 വർഷങ്ങളുള്ളൂ, 100 കണക്കിന് വർഷം ഉറങ്ങി. ചിലർ പറഞ്ഞില്ല ഞങ്ങൾ ഒറ്റ ദിവസം ഉറങ്ങിയിട്ടുള്ളൂ. ഈ രണ്ട് വിഭാഗമാണെന്ന് ഒരു അഭിപ്രായം. രണ്ടാമത്തെ വിഭാഗം പറയുന്നത് ഈ ഉറങ്ങിയ ആളുകളും പിന്നെ പുറത്തുള്ള വേറൊരു വിഭാഗവും. പുറത്തുള്ളവർ പറഞ്ഞു നിങ്ങൾ 300 ചില വർഷം ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവര് ഗുഹാവാസികൾ പറയുന്നത് എന്താ? ഞങ്ങള് ഇല്ല, 1 or 2 ദിവസം ഉറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ആ രണ്ട് വിഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില വിശദീകരണങ്ങളുണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ രാജാക്കന്മാര്, അതായത് പിന്നെ ഓരോ രാജാവ് കഴിഞ്ഞ് പല രാജാക്കന്മാർ വന്നിട്ട് അവസാനം ഇവർ എഴുന്നേൽക്കുമ്പോൾ ഒരു രാജാവ് ഉണ്ടല്ലോ, ആ രാജാവ് അവസാനം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അന്നത്തെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഈസാ നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ ആ രാജാക്കന്മാരിൽ തന്നെ രണ്ട് വിഭാഗമാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടുണ്ട്, വേറെ ചിലര് അല്ല ഇത്രയൊന്നും വർഷം ആയിട്ടില്ല. അങ്ങനെ രണ്ട് വിഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഇത് പിന്നെ വേദക്കാരായിട്ടുള്ള ഒരു വിഭാഗവും അവിശ്വാസികളായിട്ടുള്ള വേറൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം അനുസരിച്ച് അവരുടെ കാലത്ത് താമസിച്ച ആളുകൾ, അതായത് ഈ ഗുഹാവാസികളുടെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളും പിന്നെ അതിനുശേഷം വന്ന ആളുകളും തമ്മിലാണ് തർക്കം എന്ന് പറയുന്നത്. ഇമാം സുദ്ദി പറയുന്നത് ഇത് പിന്നെ ജൂതന്മാരും മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളും അവർ തമ്മിലുള്ള തർക്കത്തെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹർബ് പറയുന്നത് ഒരു വിഭാഗം അള്ളാഹു തന്നെയാണ്, മറ്റൊരു വിഭാഗം ഈ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരും തമ്മിൽ തന്നെ ഈ വിഷയത്തിൽ തർക്കമുണ്ടെന്നാണ്. അതായത് ഓരോ വ്യാഖ്യാനങ്ങളാണ്, അതിന് അവർക്ക് തന്നെ അവരുടേതായ എവിഡൻസ് ഉണ്ട് കേട്ടാ. അവസാനം ഇമാം അലൂസി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയ അഭിപ്രായം, ബാക്കി അഭിപ്രായങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എടുക്കാൻ പറ്റിയ അഭിപ്രായം
ഈ ഗുഹാവാസികൾ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ തെളിവ് എന്താ, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഇതിനുശേഷം ഈ സൂറത്തുൽ കഹ്ഫിലെ 19-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും. അവസാനം അവർ അള്ളാഹു ഈ പുനരുജ്ജീവിപ്പിച്ചതിനെ കുറിച്ച്, അവർ ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ലിയതസാഅലു ബൈനഹും, അവർ അവർക്കിടയിൽ തന്നെ ചോദ്യം ചോദിച്ചു, കം ലബിസ്ന അല്ലെങ്കിൽ കം ലബിസ്തും, നിങ്ങൾ എത്ര. അപ്പൊ അവർ പറഞ്ഞു, ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ചിലര് പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം ഉറങ്ങിയിട്ടുള്ളൂ. മറ്റു ചിലർ പറഞ്ഞു അല്ല, നമ്മൾ ഒരുപാട് ഉറങ്ങിയിട്ടുണ്ട്. അവസാനം അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തിയത്, റബ്ബുന അഅലമു ബിമാ ലബിസ്ന, നമ്മുടെ റബ്ബിനാണ് നിങ്ങൾ എത്ര കാലം ഉറങ്ങി എന്നുള്ളത് അറിയാം എന്ന് തന്നെ അവരത് തീരുമാനം കൽപ്പിക്കണം. അതാണ് ഏറ്റവും, കാരണം അദ്ദേഹം അതിൽ പറയുന്ന ന്യായം, ഇത് വളരെ ശ്രദ്ധിച്ചു കേട്ടോട്ടാ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അൽ ഖുർആനു യുഫസ്സിറു ബഅ്ളുഹു ബഅ്ളൻ എന്നാണ്. അൽ ഖുർആനു യുഫസ്സിറു ബഅ്ളുഹു ബഅ്ളൻ. എപ്പോഴും ഏത് വിഷയത്തിലും ഖുർആനിനെ തന്നെ വിശദീകരിക്കുന്ന എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ഇമാം അലൂസിയുടെ ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോ അതനുസരിച്ച് അദ്ദേഹം പറയുന്നത്, പിന്നെ ഇതിൽ ഇവര് തന്നെ ഉള്ളതാണ്. ഏത് വിഭാഗമായാലും ഈ ഒരു തർക്കം നിലവിലുണ്ടായിരുന്നു. ആ തർക്കത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അതൊരു തർക്ക വിഷയമേ അല്ല, അത് തർക്ക വിഷയം ആവേണ്ട കാര്യമില്ല. കാരണം ഈ സ്റ്റോറിയുടെ പർപ്പസ് അതല്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഈ തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ, അല്ലെ? എങ്ങനെ പരിഹാരം ഉണ്ടാക്കുക, എങ്ങനെ പരിഹാരം ഉണ്ടാക്കുക ഈ തർക്കത്തിന്? ഇയർ പറഞ്ഞാൽ മതി ഖുർആനിൽ തന്നെ. എത്ര വർഷം അവർ ഉറങ്ങിന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇങ്ങനെയൊക്കെ വളച്ചു കെട്ടി അള്ളാഹ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? മക്കളെ, നിങ്ങൾ ഇതിലൊന്നും തർക്കിക്കല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഇവരെത്ര ഉറങ്ങി, ഒരു മാസം ഉറങ്ങിയാൽ തന്നെ വലിയ അത്ഭുതമായില്ലേ, പിന്നെ 300 ആണോ 309 ആണോ, ഇതൊന്നും നിങ്ങൾ തർക്കിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഷ പ്രയോഗിച്ചിട്ട് ഇത്രയും നമ്മൾ അള്ളാഹു, ഇതിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. അതായത് നിങ്ങൾ ഖുർആന്റെ കഥ പറച്ചിലിന്റെ സ്റ്റൈൽ അതാണ്. മറ്റൊരു ഗ്രന്ഥത്തിലും മറ്റൊരു വേദഗ്രന്ഥത്തിലും, ചില വേദഗ്രന്ഥങ്ങളിൽ ദേവന്മാര് തല്ലുകൂടി, അസുരന്മാര് വന്നിട്ട് ദേവന്മാരെ തോപ്പിച്ചു, അസുരന്മാർ ഒരു ദേവനെ തട്ടിക്കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്, അല്ലെ? ബൈബിളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത് നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അത്തരം ചില കുട്ടികളെ കേൾപ്പിക്കാൻ പറ്റില്ല ചിലപ്പോ. അങ്ങനത്തെ കഥകള് പ്രവാചകന്മാരെ കുറിച്ച്, മാദല്ലാ, പ്രവാചകന്മാരെ കുറിച്ച് ഉണ്ട്. അതുപോലെ ഈസാ നബീനെ അങ്ങോട്ട് പുകഴ്ത്തിയിട്ട് ഈസാ നബി കാരുണ്യത്തിന്റെ പ്രതീകവും യഹോവ അതിൽ അസൂയുള്ള ആളുമായിട്ട് മാറി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട് ഖുർആൻ സ്റ്റോറിയുടെ ഏത് ചരിത്രത്തിന്റെയും പറയുന്ന സംഭവത്തിന്റെയും ഏറ്റവും മർമ്മത്തിലേക്ക് പോകുന്നു. അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്ന് മാത്രം എടുത്ത് അള്ളാഹു കാണിക്കുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ ഈ ഹിസ്ബ് എന്ന് പറയുന്ന പദം പ്രയോഗിച്ചതിൽ ഇമാം ഇബ്നു ആഷൂർ ഒരു പ്രത്യേകത കണ്ടെത്തിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഹിസ്ബ് എന്ന് പറഞ്ഞാല് ഒരു സ്ട്രോങ് പാർട്ടിയാണ്. ഏതെങ്കിലും 2-3 ആളുകളുള്ള ഒരു ചെറിയ കക്ഷിയെ കുറിച്ചല്ല, മറിച്ച് ഒരു വലിയ പാർട്ടിനെ കുറിച്ചാണ്. അതുകൊണ്ട് നേരത്തെ ഇമാം അലൂസി പറഞ്ഞ അഭിപ്രായത്തോട് അദ്ദേഹം വിയോജിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗുഹാവാസികളിൽ തന്നെയുള്ള 2 വിഭാഗം അല്ല തർക്കിച്ചത്, മറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണലി കണക്ഷൻ ആയിട്ടുള്ള പാർട്ടികൾ തന്നെയാണ് ഇവിടെ കക്ഷികളെ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതില് പിന്നെ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ. ഇനി ഈ ലിമാ ലബിസു നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, അഹ്സ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അഹ്സയുടെ അർത്ഥം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിന്റെ അകത്ത് ലിമാ ലബിസു അമദ, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ. ഹിസ്ബ് എന്ന് പാർട്ടിക്ക് പറയും, അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അലാ ഇന്ന ഹിസ്ബ ഷൈത്താനി ഹും ഉലായിക ഹിസ്ബു ഷൈത്താൻ എന്ന് പറയുന്നുണ്ട്. ഹിസ്ബു ഷൈത്താൻ, പിശാജിന്റെ പാർട്ടി, അള്ളാഹുവിന്റെ പാർട്ടി എന്ന് വെച്ചാൽ അതിനെ വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു ആഷൂർ പറയുന്നത് അത് ഒരു വിഭാഗം ആ ഗുഹയിലെ ആളുകളും മറ്റു വിഭാഗം അതിന്റെ ശേഷം വന്ന ആളുകളും ആണെന്നൊക്കെ വിഷയമുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും അതിനകത്ത് യോജിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം ഈ ഗുഹാവാസികളിൽ തന്നെയുള്ള 2 വിഭാഗം എന്നുള്ളതാണ്. ഇനി അയ്യുൽ ഹിസ്ബൈനി അഹ്സ, അഹ്സയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി ലിമാ ലബിസു, ലബിസയുടെ അർത്ഥം എന്താ? ലബിസ കേട്ടിട്ടുണ്ടോ? ലബിസ
മലാബിസ് അല്ല, അത് സീനാണ്. ഇത് സ. താമസിച്ചു എന്ന്. താമസിച്ചു, തങ്ങി താമസിച്ചു. ഇതേ അർത്ഥത്തിലുള്ള മറ്റൊരു പദം നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇതേ അർത്ഥം വരുന്ന, ലബിസ, തങ്ങി താമസിച്ചു എന്ന അർത്ഥം വരുന്ന, പക്ഷെ മക്കസ. വെരി ഗുഡ്, അഹ്സൻതി. മാകിസീന ഫീഹി അബദൻ. അപ്പോ ലബിസൻ മക്കസൻ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ചാല്, ലബിസ സാധാരണ ഇതില് ലബിസയുടെ അർത്ഥം ടു സ്റ്റേ ഓർ ലിവ് സംവെയർ, എവിടെയെങ്കിലും തങ്ങുന്നതിനാണ് എന്ത് പറയാ, ലബിസ പറയാ. മക്കസ എന്താണ് നമ്മൾ അന്ന് അർത്ഥം പറയുന്ന ആരെങ്കിലും ഓർക്കണ്ടോ? മക്കസക്ക് എന്തുണ്ട്? ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെ? അതൊരു ചെറിയ കാലത്തേക്കാണ്. നമ്മൾ ഇവിടെ തങ്ങിയിട്ട് ഇതിന് ശേഷം വേറെന്തോ വരാനുണ്ട്. സ്വർഗത്തില് താമസിക്കുന്നതിനെ കുറിച്ചാണ് മാക്കിസ് പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞു ആ മക്കസ എന്ന പദം അള്ളാഹ് പ്രയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും ആസ്വദിക്കുമ്പോൾ, പല സംഗതികൾ ആസ്വദിക്കുമ്പോൾ അടുത്തത് എന്തോ വരാനുണ്ട്. നമുക്ക് മടുക്കൂല, അല്ലെ? സ്വർഗത്തിൽ എല്ലാ ദിവസവും ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചോദ്യം വരും, ഇത് മടുക്കോ? ഇല്ല, അല്ലെ? നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു, അന്ന് ആ സന്ദർഭത്തിൽ വിശദീകരിച്ചു. അപ്പൊ മക്കസയുടെ അർത്ഥം പറയാനാണ് ഞാൻ അത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മക്കസയുടെ മീനിങ് എന്താ? നമ്മൾ വി ലിവ് സംവെയർ, സ്റ്റേ സംവെയർ, എക്സ്പെക്ടിങ് സംതിങ് ടു ഹാപ്പൻ, എക്സ്പെക്ടിങ് മോർ, കൂടുതൽ മറ്റെന്തോ ഒന്ന് വരാനുണ്ട് എന്ന പ്രതീക്ഷയിൽ തങ്ങുന്നതിനാണ് മക്കസ എന്ന് പറയാം. പക്ഷെ ലബിസയുടെ അർത്ഥം ഒരു പെർട്ടിക്കുലർ ടൈം തങ്ങണേനാ പറയാം. ഒരു ചെറിയ കാലം തങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ആ സ്ഥലം വിട്ടു പോവുക, അതാണ് ലബിസ. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ലിമാ ലബിസു, അവർ എത്ര കാലം അവിടെ തങ്ങി. കുറഞ്ഞ കാലം, അതിപ്പോ 300 വർഷം, അള്ളാന്റെ കണക്കിൽ 300 വർഷം അല്ലെങ്കിൽ 309 വർഷം എന്നൊക്കെ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് കുറഞ്ഞ കാലമാണ്, അല്ലെ? കണക്കിന്റെ, അള്ളാഹുവിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ. അപ്പം ആ സ്റ്റേ ചെയ്യുക ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്. അപ്പൊ ഇവിടെ ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ, ഈ കൗണ്ട്, ഈ ചെറിയ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ, ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് അവർ എത്ര തങ്ങി എന്നുള്ളതാണ് അള്ളാഹുവിന് ഈ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. ഇപ്പൊ ഇവിടെ ഈ അമദൻ എന്ന് പറഞ്ഞാലും ശരിക്കും ഒരു അർത്ഥം എന്താണ്? അമദ് എന്ന് പറഞ്ഞാലും ഒരു കാലം. അപ്പൊ ഇവിടെ ലിമാ ലബിസു എന്ന് പറഞ്ഞാൽ തന്നെ ആ വാചകത്തിന്റെ അർത്ഥം പൂർണ്ണമായി. പിന്നെ അമദൻ പറയേണ്ട ആവശ്യമില്ല. ഇനി അമദൻ ഇല്ലാതെ അയ്യുൽ ഹിസ്ബൈനി അഹ്സ അമദൻ എന്ന് പറഞ്ഞാലും അർത്ഥം പൂർണ്ണമായി. അപ്പൊ ലിമാ ലബിസു വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടിന്റെയും ഏറെക്കുറെ അർത്ഥം ഒന്ന് തന്നെയാണ്. ലിമാ ലബിസു, അവരെത്ര കാലം തങ്ങി. അമദന്റെ അർത്ഥം എന്താ? കാലഘട്ടം തന്നെയാണ്. ഇപ്പൊ അമദ് നമ്മൾ ശരിക്കും ഭാഷാപരമായിട്ട് തന്നെ നോക്കണമെങ്കിൽ അമദിന് ഒരു സ്പാൻ ഓഫ് ടൈം, ഒരു ടൈമിന്റെ ഒരു കാലഘട്ടം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. ബലഗ അമദഹു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡെഡ് ലൈൻ പൂർത്തിയായി. ഇപ്പോ ഒരു കുട്ടി മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിച്ചുകുട്ടി പുറത്തു വരുന്ന സമയമാകുമ്പോ, പ്രസവിക്കുന്ന സമയമാകുമ്പോ അതിനെക്കുറിച്ച് പറയാം, കുട്ടി ബലഗ അമദഹു, അവന്റെ സമയം എത്തി എന്നാണ്. പിന്നെ അവന്റെ അമ്മയ്ക്ക് അത് മതിയായി, അവിടെ പുറത്ത് തള്ളാനുള്ള സമയമായി എന്നർത്ഥം. ലറബലഹു അമദൻ എന്ന് പറഞ്ഞാല് ഒരു ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കണേന് ലറബലഹു അമദൻ എന്ന് പറയാറുണ്ട്, കേട്ടാ. ദു അമദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പൊ ഡോക്ടർ പറയാണ് ഇന്ന ആൾക്ക് ഒരു 6 മാസം ഉള്ളൂ, 6 മാസം, അയാൾ 6 മാസം കഴിഞ്ഞാൽ മരണപ്പെടും, ആൾക്ക് ഇന്ന രോഗമുണ്ട് എന്ന് പറയുന്നതിന്, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് പറയാൻ വേണ്ടി അറബിയിൽ പറയും ഈ ഹുവ ദു അമദ്, അയാളൊരു നിശ്ചിത കാലം മാത്രം ജീവിക്കുന്ന ഒരാളാണ് എന്ന അർത്ഥത്തിലാണ്. പിന്നെ അമദ അലൈഹിക്ക് പറയും ടു ഗെറ്റ് ആംഗ്രി, ഒരാൾ ദേഷ്യപ്പെടുന്നതിന്. കാരണം അയാളുടെ ക്ഷമയുടെ കാലം കഴിഞ്ഞു, പിന്നെ ക്ഷമയുടെ അതിര് കണ്ടെത്തി, അതിര് വിട്ടു, അതിന് അമദ അലൈഹി എന്ന് പറയും. അപ്പോ ഖുർആനിൽ ഈ അമദ് പല സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്തില് ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും അലം യഅനി ലില്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് ആ ആയത്തില് പറയുന്നുണ്ട്. ഫതാല അലൈഹിമുൽ അമദു, ചില ആളുകൾക്ക് ഈ ഒരുപാട് കാലം ഇങ്ങനെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോ വിശ്വാസ കാര്യങ്ങളൊക്കെ മടുക്കും. എന്നിട്ട് ഫഖസത് ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയെ കുറിച്ച്. പിന്നെ സൂറത്ത് ജിന്നിലെ 25-ാമത്തെ ആയത്ത് ഖുൽ ഇൻ അദ്രിയ അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദ,
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഈ വാഗ്ദാനം ചെയ്യപ്പെടുന്ന സംഗതി വളരെ അടുത്താണ്, അതല്ല അതിന് അള്ളാഹു ഒരുപാട് കാലം നിശ്ചയിച്ചിട്ടുണ്ടോ? അതായത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ പുനരുജ്ജീവനത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ സത്യനിഷേധികള് പരലോകത്ത് വെച്ച് അവരുടെ കർമ്മങ്ങൾ കാണുമ്പോൾ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് സൂറത്ത് ആലിമ്രാനില് 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദം ബഈദ. അവര് ആഗ്രഹിച്ചു പോകും, ഞാൻ ചെയ്തതും എന്റെയും ഇടയില് ഒരു വലിയ കാലം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് അത്രത്തോളം ഞാൻ ചെയ്ത തിന്മകളുമായിട്ട് ഞാൻ അകന്നു നിന്നിരുന്നെങ്കിൽ എന്ന് സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അമദിന്റെ അർത്ഥം അതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ചിലപ്പോൾ ഈ ശരിക്കും ഭാഷാപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വേണമെങ്കിൽ അഹ്സ അമദ എന്ന് പറഞ്ഞാലും അർത്ഥം പൂർത്തിയായി, അഹ്സ ലിമാ ലബിസു എന്ന് പറഞ്ഞാലും അർത്ഥം പൂർത്തിയായി. പക്ഷെ എന്തിനാണ് ഇത് രണ്ടും അള്ളാഹു പ്രയോഗിച്ചത്? രണ്ടും കൂടി ചേർത്ത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഇത് ഒരു 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 അതിനൊരു വ്യാഖ്യാനം പറയുന്നത് ഇതൊരു ഈ അമദൻ എന്നുള്ളത് ലിമാ ലബിസു എന്ന പദത്തിന്റെ ഒരു അജക്റ്റീവായിട്ട് പ്രയോഗിച്ചതാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ എത്ര കാലം ദീർഘമായി താമസിച്ചു എന്ന ആ ദീർഘമായി എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അജക്റ്റീവ്, ഒരു സിഫത്താണ് അത് എന്നതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് അതൊരു ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേറ്റ്. ലിമാ ലമിസു അമദൻ, അവർ ദീർഘകാലത്തോളം അവിടെ താമസിച്ചു എന്നതിനെ കൃത്യമായി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോ വേറെ ചിലർ പറയുന്നത് മാ എന്നുള്ളത് മാ മസ്തരിയാണ്. അങ്ങനെ കുറെ ഗ്രാമറിന്റെ ഇംപ്ലിക്കേഷൻസ് അതിലുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഗ്രാമറിലേക്ക് വല്ലാതെ ഞാൻ പോകുന്നില്ല, മറിച്ച് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ലിമാ ലബിസു അമദ, അഹ്സ ലിമാ ലബിസു അമദ എന്നതിന്റെ അർത്ഥം അവർ ആ ഗുഹയിൽ ദീർഘകാലം താമസിച്ചതിനെ കുറിച്ച് കൃത്യമായി എണ്ണിക്കണക്കാക്കിയത്, അപൂർണമായ എണ്ണം കിട്ടിയത് ഈ രണ്ട് വിഭാഗത്തിൽ ആർക്കാണ് എന്നത് അള്ളാഹുവിന് അറിയും. അള്ളാഹ്ക്കാണത് കൂടുതൽ അറിയുക, നിങ്ങൾക്കത് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താ? സുമ്മ ബഅസ്നാഹും, അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ കഥയുടെ ഈ സ്റ്റോറി അള്ളാഹു ഓർഗനൈസ് ചെയ്ത ഒരു രീതിയാണ്. അത് ഇറ്റ്സ് എൻ ഇൻക്രെഡിബിൾ തിങ്. അതായത് നമുക്ക് അള്ളാഹ്ക്ക് മാത്രമേ ഈ കഥ ഇങ്ങനെ പറയാൻ കഴിയൂ എന്നതിന്റെ തെളിവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അതായത് തുടക്കത്തിൽ പറഞ്ഞു ഈ 10, 11, 12 ആയത്തുകൾ, സൂറത്തുൽ കഹ്ഫിലെ 10, 11, 12 ആയത്തുകൾ ഈ കഥയെ ചുരുക്കി പറയുന്നു അല്ലെ. 10-ാമത്തെ ആയത്തില് അവർ ഗുഹയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. 11-ാമത്തെ ആയത്തില് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തത് പറഞ്ഞു. 12-ാമത്തെ ആയത്തിൽ ഇന്ന് നമ്മൾ പറഞ്ഞത് അവർ അള്ളാഹു എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നോക്കൂ, ഇനി നമ്മൾ വരാൻ പോകുന്ന, അത് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന തരാണ്. ഈ 10, 12 കഴിഞ്ഞിട്ട് 13-ാമത്തെ ആയത്തില് അള്ളാഹു വീണ്ടും 13, 14 13-ാമത്തെ ആയത്തില് വീണ്ടും ആദ്യത്തെ ആ 10-ാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകുന്നുണ്ട്. നഹ്നു നഖുസ്സു അലൈക, നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാൻ പോണ ആയത്താണത്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. 10-ാമത്തെ ആയത്തിന്റെ തുടക്കം എന്താ? 10-ാമത്തെ ആയത്തിന്റെ തുടക്കം എന്താ എന്ന് പറഞ്ഞേ? ഇത് അവൽ ഫിത്യത്തു. ഇനി 13-ാമത്തെ ആയത്തിൽ നോക്കൂ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം എന്ന് പറഞ്ഞാൽ ആ ഗുഹാവാസികൾ ഗുഹയിൽ അഭയം തേടിയപ്പോഴുള്ള കഥയാണ് 10-ൽ പറഞ്ഞത്. എന്നിട്ട് അതിലേക്ക് അള്ളാഹു വീണ്ടും പോകുന്നു 13-ാമത്തെ ആയത്തില്. എന്നിട്ട് ആ കഥ, അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്നും കൂടെ പറയണം. അവര് എങ്ങനെയാണ് ഗുഹയിൽ അഭയം തേടാനുണ്ടായത്, സാഹചര്യം എന്തായിരുന്നു, അതാണ് 13-ാമത്തെ ആയത്തിൽ പറയുന്നത്. 13 മുതൽ വരെയുള്ള ആയത്തുകളിൽ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത ഹഉലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലൗലാ യഅതൂൻ. ആ ആയത്തുകൾ നമ്മൾ വിശദീകരിക്കും. അതായത് എന്തിനാണ് ഇവർ ഗുഹയിൽ അഭയം തേടാനുണ്ടായ സാഹചര്യം, അതൊന്നുകൂടി വിശദീകരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി 2-ാമത്തെ ആയത്ത് എന്താ? 11-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? അവർ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിച്ചത്?
അല്ല സോറി, പ്രാർത്ഥിക്കല്ല, അവർ പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി സുമ്മ ബഅസ്നാഹും അല്ല സോറി ഫളറബ്ന അല ആദാനിഹിം, അവരെ നാം ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി അല്ലെ, ആ പ്രാർത്ഥനയുടെ ഉത്തരം. ഇനി നോക്കൂ, 17 മുതൽ 18 വരെ ആയത്തുകളിൽ ആ ഗുഹയിലെ അവസ്ഥ പറയാണ്. അവർ ഗുഹയിൽ കിടന്നപ്പോ അവർ കിടക്കുന്നത് കണ്ടാല് അവരുടെ നായ അവരുടെ ഒരു ഭീകരജീവിയെ പോലെ തോന്നും. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു കഴിഞ്ഞാല് ആ സൂര്യന്റെ ഇത് അവർ കേൾക്കാതെ ആ സൂര്യന്റെ പിന്നെ നേരിട്ടുള്ള പ്രകാശം അവരെ ഏൽക്കാതെ അള്ളാഹു സംരക്ഷിച്ച കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആ ഗുഹയിൽ അവർ കിടന്ന കഥ പറയുന്നുണ്ട്. അതേതായത്തില് 17 മുതൽ 18 വരെയുള്ള ആയത്തില്. ഇനി 19 മുതൽ 22 വരെയുള്ള ആയത്തില് ഇവർ എഴുന്നേൽപ്പിക്കുന്നു. വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല കം ലബിസ്തും. ഇന്ന് 12ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ച എന്താ? ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദ, അവർ എത്ര കാലം ഉറങ്ങി എന്നറിയാൻ വേണ്ടി. അത് ആ രണ്ട് വിഭാഗത്തെ കുറിച്ച് വീണ്ടും 19 മുതൽ 22 വരെയുള്ള ആയത്തിൽ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ എന്നിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് 22, 23 മുതലുള്ള ആയത്തുകളില് മൊത്തം ഈ കഥയുടെ പർപ്പസും അള്ളാഹു പറയുന്നുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അള്ളാഹു ഈ കഥ നമുക്ക് വിശദീകരിച്ചു തരുന്നത് നോക്കൂ. നമ്മള് സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുമ്പോ ഞാനിപ്പോ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മറ്റ് അർത്ഥം കൂടി പഠിക്കണം. നമ്മൾ നേരത്തെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആയത്തുകളുടെ അർത്ഥം പഠിക്കും. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു സൂചന തരണം. ഇങ്ങനെയാണ് നമ്മൾ കഥയെ ഇതിന്റെ സ്ട്രക്ചറിനെ, ഖുർആന്റെ ഈ നുളുമുൽ ഖുർആൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നളുമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഇമാം ഹമീദുദ്ദീൻ ഫറാഹിയുടെ ഖുർആന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചാല് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോഴാണ് ഖുർആന്റെ മുഅ്ജിസത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവുക, ഇജാസ് ശരിക്കും മനസ്സിലാവുക. എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യ സാധ്യമായ സംഗതിയെ അല്ല എന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ സംസാരിക്കുമ്പോ ആ സംസാരത്തിൽ നേരത്തെ എന്താ പറഞ്ഞതെന്ന് ഓർത്തിട്ടല്ല പലപ്പോഴും മനുഷ്യർ വർത്താനം പറയാം. നമ്മളിപ്പോ ഒരാൾ പ്രസംഗം നടത്തുകയാണെങ്കിൽ ചിലർക്കത് ഓർത്തിരിക്കാൻ പറ്റും. പക്ഷെ പലരും ആ ഉപയോഗിച്ച വാക്കുകൾ അതേപടി അതിന്റെ വിശദീകരണമായിട്ട് മറ്റൊരു വർത്താനം പറയാൻ സാധിക്കില്ല. പലർക്കും മനുഷ്യർക്ക് സാധിക്കില്ല. അത് അള്ളാഹു കഥ പറയുന്നതിന്റെ ഒരു സ്റ്റൈല് നമുക്ക് വളരെ ബോധ്യപ്പെടും. എന്തിനാണ് കഥ, ആ പർപ്പസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും. ആദ്യമാണ് വയഖൂലൂന ഈ 23ാമത്തെ ആയത്തിൽ തുടക്കം തന്നെ നോക്കൂ, വകദാലിക അഅ്സർന അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ എന്താണ് ഈ കഥയുടെ മെയിൻ പർപ്പസ്, അത് 23ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അപ്രകാരം അള്ളാഹു അവരെ എഴുന്നേൽപ്പിച്ചു. എന്തിനാ എഴുന്നേൽപ്പിച്ചത്? ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദത്തം അത് സത്യമാണ്, ഹഖാണ്. ഹക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫാക്ച്വൽ ആണ്, രണ്ട് പർപ്പസ്ഫുൾ ആണ്. അള്ളാഹ് കഥ പറയുമ്പോ ആ കഥ കംപ്ലീറ്റ്ലി ട്രൂ ആണ്, ട്രൂ ഹിസ്റ്ററിയാണ് ഒന്നത്. അള്ളാഹ് കഥ പറയുമ്പോ ആ കഥയുടെ ഉദ്ദേശം എന്താ? പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ സന്മാർഗം, നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, ഇതൊക്കെ അള്ളാഹു കഥ പറയുന്നതിന്റെ ലക്ഷ്യമാണ്. ആ ട്രൂ സെൻസിൽ അള്ളാഹു കഥ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പറയുന്നു വയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ്. അതൊക്കെ റജ്മം ബിൽ ഗൈബ് എന്നൊക്കെ ഉള്ളത് വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. ഞാൻ അതിനകത്തേക്ക് പിന്നീട് വരാം. പക്ഷെ ഇപ്പോഴേ പറഞ്ഞ അതിന്റെ സസ്പെൻസ് നശിപ്പിക്കുന്നില്ല. വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം. എന്റെ റബ്ബ് അത് നിങ്ങോട് പറഞ്ഞതാ, എത്ര പേരുണ്ടായെന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പ്രശ്നം? അപ്പൊ അള്ളാഹ് പറഞ്ഞില്ല, ഞാൻ പറയൂല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. റബ്ബി അഅലമു എന്താണ്? ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാ. നിങ്ങൾ വെറുതെ തർക്കിക്കാണ്. എണ്ണത്തിലും ഉറങ്ങിയ കാലത്തിന്റെ കാര്യത്തിലും എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിലും അവരുടെ പേരെന്താന്ന കാര്യത്തിലും ഇതൊന്നും തർക്കിക്കേണ്ട കാര്യമല്ല. അവരാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുള്ള അവസ്ഥയെ കുറിച്ച് പറയുന്നത് അത് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവർ തർക്കിക്കുകയും അവർ ആ ഭക്ഷണം മേടിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്യുന്ന ആ രംഗമൊക്കെ ഉണ്ടല്ലോ, നാണയങ്ങളൊക്കെ കൊടുത്തിട്ട്. അത് വിശദീകരിക്കുന്ന മനോഹരമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അള്ളാഹു അത് പറയുന്നത്. വല്യ തലത്തഫ്, ഖുർആന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ഒരു പദമാണ് അത്, വല്യ തലത്തഫ്. ആ ഒറ്റ പദത്തില്
ഒരുപാട് അർത്ഥമുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഖുർആന്റെ സ്ട്രക്ചർ, അതിന്റെ ഓർഗനൈസിങ്, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഞാൻ ഇന്ന് തന്നെ ഇതിന്റെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇനി അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ 3 ആയത്തുകളിലേക്ക് നമ്മൾ ഇടക്കിടക്ക് മടങ്ങി വരും. 10, 11, 12. നിങ്ങൾ ഈ 10, 11, 12ന്റെ വിശദീകരണങ്ങൾ പറ്റുമെങ്കിൽ ഇടക്കൊക്കെ ഒന്നുകൂടി കേൾക്കുന്നത് നന്നാവും കേട്ടാ, ഇൻഷാ അള്ളാഹ്. അപ്പൊ നമ്മളിവിടെ അവസാനിപ്പിക്കാം, സമയമായിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തീർത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അള്ളാഹ്. ക്വസ്റ്റ്യൻസ്? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജമഅൻ മർഹൂമ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മാസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.